ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യൽ പേഴ്സൺ ആണ് ഉണ്ടാക്കുന്നത്. യെസ്, ഇതാണ് എൻ്റെ അമ്മമ്മ. ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത്. ഒരു 3 days കണ്ടിന്യൂസ് ലീവ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് പോയി. അപ്പോൾ അമ്മമ്മേൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അമ്മമ്മ പറഞ്ഞു നല്ലൊരു പായസം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അത് ഷൂട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല ഗോതമ്പ് പായസം. അതാട്ടോ റെസിപ്പി. ശരിക്കും ഭയങ്കര സിമ്പിളാണ്. ഈ അടുപ്പൊക്കെ കാണുമ്പോൾ നിങ്ങളായിരിക്കും എന്തോ ഭയങ്കര പണിയുണ്ടെന്ന്. ശരിക്കും പണിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഈ അടുപ്പിൽ പിടിച്ച് കിട്ടാനാ പണി. അമ്മമ്മ എന്താ പറഞ്ഞതെന്നറിയോ? ഇത് അടുപ്പിൽ വെച്ചാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുക. പിന്നെ ഇത് രാവിലെ പറയാച്ചാൽ നമുക്ക് അവിടെ തന്നെ അടുപ്പിൽ തന്നെ ഇത് രാവിലെ വേവാൻ വേണ്ടി വെക്കായിരുന്നു. കാരണം ഇത് ആൻറ്റിയുടെ വീടാണ് കേട്ടോ. ആൻറ്റിയുടെ വീട്ടിലാണ് അമ്മമ്മ താമസിക്കുന്നത്. ആൻറ്റിയുടെ വീട്ടിലെല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചോറും കറികളൊക്കെ അടുപ്പിലാണ് എല്ലാം കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഒന്നും ഗ്യാസിൽ വെക്കാറില്ല. ഇപ്പം ഈ കാണിച്ച കേട്ടോ ഗോതമ്പ്, കുത്തിയ ഗോതമ്പാട്ടോ അത്. അപ്പോൾ അതാണ് അമ്മമ്മ പറഞ്ഞത്. രാവിലെ പായസം വെക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോറും കറിയൊക്കെ ആയതിനു ശേഷം അത് അവിടെ വെന്ത് വരാൻ വേണ്ടി അവിടെ തന്നെ വെക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ പായസത്തിൻ്റെ പ്ലാനൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ലഞ്ചിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു സ്പെഷ്യൽ റെസിപ്പിയാണ്. സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം അത് അടുപ്പിലുണ്ടാക്കുന്നത് കൊണ്ടാണ് സ്പെഷ്യലായത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം, ഷടപടയെന്ന് മറ്റേ കാര്യം കഴിയും. പക്ഷേ ആ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. ശരിക്കും ഒരു മെനക്കെട്ട പണിയാണ്. എന്നെ സംബന്ധിച്ച് മെനക്കേടാണ് കേട്ടോ. കാരണം അടുപ്പിലത്തെ ചൂടും പുകയും തീയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടിയതൊക്കെ അമ്മമ്മയാണെന്ന് മാത്രം. ഞാൻ ജസ്റ്റ് അടുത്ത് നിന്ന് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ, തേങ്ങയൊക്കെ തിരുമ്മി കൊടുത്തത് ഞാനാണ്. പിന്നെ ബാക്കിയെല്ലാം ചെയ്തത് അമ്മമ്മയാണ് കേട്ടോ. ഇത് കുക്കറിൽ വെക്കുക വെച്ചാൽ വേഗം കാര്യം കഴിയും, നന്നായിട്ട് വെന്തൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ അടുപ്പിൽ ആ തീയിലും ചൂടിലൊക്കെ കിടന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കും. ഇത് വെന്ത് കിട്ടാൻ ഒത്തിരി ടൈം എടുക്കും. പിന്നെ സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. ആദ്യം നല്ല ഗോതമ്പ് കഴുകി വൃത്തിയാക്കി നമ്മൾ ഓൾറെഡി ഒരു കലത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചിട്ടില്ല, നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ആ ചൂടായ വെള്ളത്തിലേക്ക് ഈ ഗോതമ്പ് ഇടുക. ഗോതമ്പ് പിന്നെയാണ് ടൈം. അതങ്ങനെ അവിടെ കിടന്ന് വെന്ത് വരണം. ശരിക്കും അത് വേവാൻ വെച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാട്ടോ ചെയ്തത്. ഒരു 3/4 വേവാവുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ കുറച്ച് വെള്ളം നനച്ചൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിൻ്റെ 2ാം പാല് ഈ 3/4 വേവായ ഗോതമ്പിലേക്ക് ഒഴിക്കാം. പിന്നെ ആ പാലും ഗോതമ്പും കൂടെ ഒന്ന് സിങ്കായി വന്ന് നന്നായിട്ട് വെന്ത് പൊട്ടി ഉടഞ്ഞ് വരണം. അത് എന്നാലാണ് ആ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം അമ്മമ്മ അത് വെന്തോന്നാണ് നോക്കുന്നത്. എനിക്കും തരുന്നുണ്ട് വെന്തോ നോക്കാൻ. പക്ഷെ അത് വെന്തിട്ടില്ലായിരുന്നു. അത് അമ്മമ്മേൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ. ഒത്തിരി ടൈം അത് വെന്ത് കിട്ടാനെടുത്തു. കുക്കറിലാണെങ്കിൽ പണിയൊന്നുമില്ല. പിന്നത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ ശർക്കര ആഡ് ചെയ്യാം. ശർക്കര പാനിയായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യൂബ്സ് ആയിട്ട് ഇട്ടാലും മതി. നമ്മൾ ക്യൂബ്സ് ആയിട്ട് ഇട്ടത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പാനിയാക്കി അരിച്ചൊഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷെ നമ്മുടെ മധുരത്തിന് ആവശ്യമനുസരിച്ച് ശർക്കര ആഡ് ചെയ്യുക. ശർക്കരയും കൂടി ആഡ് ചെയ്താലാണ് അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരിക. ശരിക്കും ഇപ്പോൾ ഒരു ഐവറി കളറാണ്. ശർക്കരയും കൂടി ആഡ് ചെയ്താൽ നല്ല പരിപ്പ് പ്രഥമൻ്റെ കളറിൽ അത് മാറി വരും. നല്ല ഡാർക്ക് ബ്രൗണിഷ് കോഫി ബ്രൗൺ കളറിലേക്ക് വരും. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്യുക. ശർക്കരയും കൂടി ആഡ് ചെയ്ത് അത് ജസ്റ്റ് എല്ലാം ഒന്ന് അലിഞ്ഞ് സിങ്കായി വെന്ത് വരും. പിന്നെ തീ വേണമെന്നില്ല കേട്ടോ. ആ ഒരു ചൂടിലും കനലിലും കൊണ്ട് തന്നെ അതൊന്ന് സെറ്റായി വരും. കണ്ടോ? പിന്നെ തീ കത്തിക്കണം എന്നില്ല. അതിന് ശേഷം ലാസ്റ്റ് 2 ഫൈനൽ ഇതെന്ന് വെച്ചാൽ നമ്മുടെ 1/4 പാല് ചേർക്കുക. 1/4 പാലും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് നല്ല ഏലക്ക.
ഏലക്ക നന്നായിട്ട് ചൂടാക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാക്കി വറുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുക്കുക. അതാണ് ലാസ്റ്റായിട്ട് നമ്മൾ പായസത്തിൻ്റെ മേലെ വിതറി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി എല്ലാം യോജിപ്പിച്ചാൽ നമ്മുടെ പായസം റെഡിയാണ്. ഇത്രയേ ഉള്ളൂ. ശരിക്കും ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഈ ഒരു വെന്ത് കിട്ടേണ്ട ആ ഒരു ടൈം ഡ്യൂറേഷൻ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് ഒത്തിരി ടൈം എടുക്കും. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഷടപടേന്ന് പറഞ്ഞിട്ട് കാര്യം കഴിയും. ഇതാണ് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുപ്പിൽ ട്രൈ ചെയ്യണമെന്നില്ല, കുക്കറിൽ ട്രൈ ചെയ്താലും മതി. പിന്നെ ശരിക്കും ഇതെൻ്റെ മോനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പായസം ഉണ്ടാക്കുന്ന സമയത്ത് മോൻ ഉറക്കമായിരുന്നു. അവൻ കറക്റ്റ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും പായസം റെഡിയായിരുന്നു. പിന്നെ അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഇതൊരു പഴയ റെസിപ്പിയാണ്. ഇപ്പോൾ ഒന്നും അങ്ങനെ സുലഭമായി ഗോതമ്പ് പായസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അമ്മമ്മേൻ്റെ റെസിപ്പി, പഴയ റെസിപ്പി, സ്പെഷ്യൽ റെസിപ്പി എന്നൊക്കെ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അമ്മമ്മ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ, ഇതെല്ലാം എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അതാണ് കേട്ടോ ലാസ്റ്റ് 2ാം പാലും പിന്നെ പൊടിച്ച ഏലക്കായും എടുത്തിട്ടാട്ടോ അമ്മമ്മ വരുന്നത്. അതാണ് ലാസ്റ്റ് നമ്മൾ ചെയ്തിരുന്നത് പായസത്തിലേക്ക്. പാലും ഒഴിക്കുക, ഏലക്ക പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണമെന്നില്ല, സബ്സ്ക്രൈബും കൂടി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ശരിക്കും നല്ല യമ്മിയാണ്. യമ്മി പായസം. ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.